ഞങ്ങളുടെ അവസ്ഥ കണ്ടാൽ ഞങ്ങളുടെ പരിക്കാത്ത കാരണം എന്നാലും അവസ്ഥ കാണാൻ പറ്റുന്നത്. ഞങ്ങളുടെ അമ്മ കാട്ടിലേക്ക് കിടക്കുന്നു. അങ്ങോട്ടുള്ള യാത്ര ഭയങ്കര സൂക്ഷിച്ചില്ലെങ്കിൽ നമ്മൾ വെള്ളത്തിലാണ്. കാര്യം ഇതൊരു പാലം പോലെ അവർ കെട്ടി നിർത്തിയിരിക്കുന്നതാണ്. ഇത് ആടുന്നുണ്ട്. ഏറ്റത്തിൻ്റെ സമയത്ത് ഈ മുറിയിൽ വെള്ളം കയറും. പെരയ്ക്കുള്ളിൽ വെള്ളം കുറവായതുകൊണ്ടാണ് അവർ ഇങ്ങനെ നിൽക്കുന്നത്. പക്ഷേ എന്നാലും വെള്ളം കിടക്കുമ്പോൾ എങ്ങനെയാണ് ജീവിക്കുന്നത് നമുക്ക് മനസ്സിലാവും. ഇവിടെ ഒരു അമ്മയുടെ രോഗാവസ്ഥയിലും ഈ വെള്ളത്തിൽ കഴിയുകയാണ്. ഇങ്ങനെ ഒരുപാട് പേര് കുട്ടനാട്ടിൽ ജീവിക്കുന്നുണ്ട് ഈ വെള്ളപ്പൊക്കത്തിൻ്റെ സമയത്തും. ഇത് അവരുടെ കിച്ചണാണ്. ഈ വെള്ളത്തിൽ നിന്നുകൊണ്ടാണ് അവർ പാചകവും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇപ്പോൾ വെള്ളം ഇത്രയും ആയതുകൊണ്ടാണ് കുറച്ചെങ്കിലും അവർക്ക് ഇവിടെ നിൽക്കാൻ സാധിക്കുന്നത്. പക്ഷെ എന്നാലും 24 മണിക്കൂറും ഈ വെള്ളത്തിൽ ചവിട്ടി നിന്നുകൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക്. അമ്മേനെ ഇട്ടുകൊണ്ട് പിന്നെ തണുപ്പ് താഴെ ഇറക്കാനും ഇരിക്കാനും ഒക്കെ ഭയങ്കര പാട്. വെള്ളം പെരയ്ക്കാത്ത കയറിയില്ലെങ്കിൽ നമ്മൾ പിന്നെ പോട്ടെ എങ്ങനെങ്കിലും ജീവിക്കാൻ നോക്കി. ഇതല്ല, ഇത് ഭയങ്കര പാടാണ്. എങ്ങനെങ്കിലും ഒന്ന് വെള്ളം ഇറങ്ങി കിട്ടുമായിരുന്നെങ്കിൽ.